അപ്പോൾ നമ്മൾ ഓതൻറ്റിക്കേഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് ആ പേജിൽ നമ്മൾ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്നും ആ പേജിനകത്തിട്ട് നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്തോ ഒന്നും ചെയ്തില്ലെങ്കിൽ, അതായത് ഐഡലായിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 1 to 2 hours ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഒരു ലോഗൗട്ട് ചെയ്യും. അതായത് ഓട്ടോമാറ്റിക് ലോഗൗട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. ഒന്നുകിൽ ഹോം പേജിലായിരിക്കും അല്ലെങ്കിൽ ലോഗിൻ പേജിലായിരിക്കും. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ലോഗൗട്ട് നമുക്ക് എങ്ങനെ ഈ പ്രോജക്റ്റിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാല്യൂ കാണുന്നുണ്ട് കൺസോളിനകത്ത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൾറെഡി ഒരു കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമർ എന്ന് പറഞ്ഞാൽ ഇത് ടൈമറാണ്. ഈ ടൈമർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് 0 അല്ലെങ്കിൽ 0ന് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ലോഗൗട്ട് ചെയ്യും. അതെങ്ങനെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ authentication.jsനകത്തോട്ട് വന്നിട്ട് ഇതിൽ ആക്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ലോക്കൽ സ്റ്റോറേജ് സെറ്റ് ഐറ്റം ടോക്കൺ എന്ന് പറഞ്ഞൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പുതിയ കോഡ് ആഡ് ചെയ്യണം. അവിടെ നമ്മൾ എക്സ്പയറി ഡേറ്റ് നമ്മൾ കറണ്ട് ഡേറ്റ് എടുക്കുകയാണ്. അതിനെ നമ്മൾ EXP ഡേറ്റ് എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഈ കറണ്ട് ഡേറ്റിനെ പിടിച്ചിട്ട് നമ്മൾ 1 മണിക്കൂർ കൂടുതൽ സെറ്റ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഈ കാൽക്കുലേഷന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ കറണ്ട് ഡേറ്റിനെ 1 അവറിൽ ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പയറേഷനിൽ ഒരു ലോക്കൽ സ്റ്റോറേജിനകത്തോട്ട് സെറ്റ് ചെയ്യും. എക്സ്പയറേഷനാണ് കീ നെയിം. അത് നമ്മൾ ഡേറ്റ് ടു ISO സ്ട്രിങ്. ഇത് ISO സ്ട്രിങ്ങിൽ വേണം കൺവേർട്ട് ചെയ്യാനായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഗ്ലോബലി ആയിട്ടാണ് സൈറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൂടുതലും ISO അല്ലെങ്കിൽ UTC ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ടു ISO സ്ട്രിങ്ങിലോട്ടാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം ഈ EXP ഡേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒബ്ജക്റ്റ് ആണ്. അത് നമ്മൾ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ലോക്കൽ സ്റ്റോറേജിൽ സെറ്റ് ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ token.js ഫയലിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു പുതിയൊരു ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് ടോക്കൺ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അതിൽ നമ്മൾ ലോക്കൽ സ്റ്റോറേജിൽ നിന്ന് നമ്മൾ എക്സ്പയറേഷൻ എന്ന് പറയുന്ന കീയുടെ വാല്യൂ നമ്മളിവിടെ എടുക്കും. അത് സ്റ്റോർഡ് എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സ്പയറേഷൻ ഡേറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ഡേറ്റ്. അതായത് നമ്മൾ ന്യൂ ഡേറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനകത്ത് നമ്മളുടെ ഈ വാല്യൂ എടുത്ത് അവിടെ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ടൈം നമുക്ക് കിട്ടും. കാരണം ഇത് സ്ട്രിങ് ആണ്. അപ്പോൾ ഈ സ്ട്രിങ്ങിനെ നമുക്ക് ഡേറ്റ് ഒബ്ജക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കണം. ഡേറ്റിൻ്റെ ബ്രാക്കറ്റിനകത്ത് സ്റ്റോർഡ് എക്സ്പയറേഷൻ ഡേറ്റ്. ഓക്കെ, കോൺസ്റ്റന്റ് നൗ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഡേറ്റ്. ഈ കറണ്ട് ഡേറ്റ് എന്ന് എടുത്തിട്ട് നമ്മളുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് നമ്മുടെ എക്സ്പയറേഷൻ ഡേറ്റ് ടൈമും അതുപോലെ കറണ്ട് ഡേറ്റ് ടൈമും കൂടെ മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡ്യൂറേഷൻ്റെ വാല്യൂ നമുക്ക് ഇൻറ്റിജർ ആണ് വരുന്നത്. കാരണം ഗെറ്റ് ടൈം എന്ന് പറയുന്ന മില്ലി സെക്കൻഡിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ വാല്യൂ എന്ന് നോക്കിയിട്ട് ഇപ്പോൾ 0-നേക്കാളും കൂടുതലാണെങ്കിൽ ആക്ച്വലി ഇത് വാലിഡ് ആണ്. ഇപ്പോൾ 0-നേക്കാളും താഴെയാണെങ്കിൽ ഡ്യൂറേഷൻ്റെ വാല്യൂ 0-നേക്കാളും താഴെയാണെങ്കിൽ അതിന് നമ്മൾ ഇൻവാലിഡ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗെറ്റ് ഓർ ടോക്കണിനകത്ത് നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ റിസൾട്ട് കിട്ടുന്ന ഗെറ്റ് ടോക്കൺ എന്ന് പറയുന്ന റിസൾട്ട് നമ്മൾ വേരിയബിളിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇൻവാലിഡ് ആണെങ്കിൽ റിട്ടേൺ നള്ളായിരിക്കും. അടുത്ത നമ്മൾ ടോക്കൺ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗെറ്റ് ടോക്കൺ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾക്ക് ഈ ഡ്യൂറേഷൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഡ്യൂറേഷൻ്റെ വാല്യൂ <0 ആണെങ്കിൽ എക്സ്പയർഡ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ അത് വാലിഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ റിട്ടേൺ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് root.jsനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോഡ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ റൂട്ട് ലേഔട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 വേരിയബിൾ ഇവിടെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ടോക്കൺ എന്ന് പറയുന്നത് സബ്മിറ്റ് എന്ന് പറയുന്നത്. ടോക്കൺ എന്ന് പറഞ്ഞാൽ യൂസ് ലോഡർ ഡേറ്റ. അതായത് റൂട്ടിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ലോഡർ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ടോക്കൺ വാല്യൂ ആയിരിക്കും. ആ ടോക്കൺ വാല്യൂ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ സംഭവം കൊടുക്കും. സബ്മിറ്റിന് നമ്മൾ യൂസ് സബ്മിറ്റ് എന്ന് പറഞ്ഞ ഒരു
സബ്മിറ്റ് ഫംഗ്ഷൻ ആണ്. അത് നമ്മളിവിടെ സബ്മിറ്റിൻ്റെ വേരിയബിളിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് എഫക്റ്റിനകത്തായിരിക്കും നമ്മളിവിടെ സാധനം സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ റൂട്ട് ഒരിക്കൽ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അത് ഒരിക്കലും മാറാൻ പാടില്ല. ഇപ്പോൾ ഈ യൂസ് എഫക്റ്റ് ഒരിക്കൽ മാത്രമേ ആക്സസ് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ യൂസ് എഫക്റ്റിനകത്ത് പിന്നെയും ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇഫ് ടോക്കൺ ഇവിടെ ടോക്കൺ ഇൻവാലിഡ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യും. ഇഫ് ടോക്കൺ ട്രിപ്പിൾ ഈക്വൽ ടു എക്സ്പയർഡ് ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, സബ്മിറ്റിനകത്ത് നമ്മൾ നേരെ ലോഗൗട്ടിലേക്ക് പോകും. മെത്തേഡ് എന്ന് പറയുന്നത് പോസ്റ്റ് ആണ്. ഓക്കെ, ടോക്കൺ ട്രിപ്പിൾ ഈക്വൽ ടു എക്സ്പയർഡ് ആണെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത കോൺസ്റ്റ് ടോക്കൺ ഡ്യൂറേഷൻ ഉണ്ട്. ഗെറ്റ് ടോക്കൺ ഡ്യൂറേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ ടൈം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെറ്റ് ടൈം ഔട്ടിനകത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അവിടെ നമ്മൾ ഐഡിൽ ആകുമ്പോൾ, അതായത് നമ്മുടെ ഇപ്പോൾ 1 hour കഴിയാണ്, 1 hour കഴിഞ്ഞ് നേരെ ഈ സബ്മിറ്റിനകത്തോട്ട് ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്താൽ നേരെ ലോഗൗട്ടിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ടൈമർ ഇവിടെ വാല്യൂ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സ്റ്റോറേജിനകത്തോട്ട് പോയി കഴിഞ്ഞാലും ഇവിടെ നമുക്ക് എക്സ്പയറേഷനും ഉണ്ട്. ഓക്കെ, എക്സ്പയറേഷൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിനകത്ത്. ഓക്കെ, ദെൻ